ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPM. ഗവർണറിന്റെ നയങ്ങളുടെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് CPMിലെ ധാരണ. ഗവർണറുടെ വിഡ്ഢിവേഷം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CRPF വന്നതുകൊണ്ട് പ്രതിഷേധം അവസാനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറെ തിരിച്ചു വിളിക്കുന്നതിൽ രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്കെതിരായ സർക്കാരിന്റെ നിലപാടും SFIയുടെ പ്രതിഷേധങ്ങളും CPMന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ മാത്രമല്ല ഒന്നിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ല. നിയമപ്രകാരമെങ്കിൽ ഗവർണർ ഇങ്ങനെ പെരുമാറുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പലതും ഉദ്ദേശിച്ച് കിട്ടുന്ന വിഡ്ഢിവേഷം കേരളത്തിൽ ഏശില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല. BJPക്ക് ഒരു സീറ്റും കേരളത്തിൽ BJP കിട്ടില്ല. ഗവർണറെ തിരിച്ചു വിളിക്കുന്നതിൽ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. നിലവിൽ ആ വിഷയം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആലോചിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നതുകൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു X പോയി വൈ വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. ഗവർണറുടെ നയങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. SFIയുടെ തുടർ സമരങ്ങൾ തീരുമാനിക്കേണ്ടത് അവരാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുവെങ്കിലും CRPF വന്നതുകൊണ്ട് മാത്രം പ്രതിഷേധം അവസാനിക്കില്ല എന്ന വാക്ക് തുടർ സമരങ്ങൾക്ക് CPM നിർദ്ദേശം നൽകിയെന്നതിന്റെ സൂചനകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. SFIക്കാർ റിമാൻഡിലായത് കാര്യമാക്കേണ്ടെന്നും മാങ്കൂട്ടത്തിനെ പോലെ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിക്കില്ലെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.